കൂട്ടുകാരെ, ഇന്നിപ്പോൾ പെട്ടെന്നൊരു താഴെ റിച്ചിക്കുട്ടൻ്റെ അടുത്ത് പോയിട്ട് പോന്നുള്ളൂ കേട്ടോ. അപ്പോൾ 8 മണിയായി. അപ്പോൾ ഒരു മണിക്കൂറും കൊണ്ട് എനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കുക്കറിൽ ഞാൻ ഒരു വിസിൽ വന്ന് അരി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് പരിപ്പും തക്കാളിയും ഒരു ചുള വെളുത്തുള്ളി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ വരുമ്പോൾ അതും വേവും. അതിൻ്റെ ഇടയ്ക്ക് മീൻ വറുക്കാനിട്ടു. പിന്നെ ചാള വറുത്തു, സിലോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കുക്കർ തുറന്ന് പാകത്തിന് വെന്ത് പാകത്തിന് വെള്ളമുണ്ട്. ഇത്രയും വെള്ളം വേണം, അല്ലെങ്കിൽ അട പോലെ ഇങ്ങനെ ഇരിക്കും. ഇത്രയാകുമ്പോൾ നമുക്ക് ചാറും കിട്ടും. അപ്പോൾ അതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് കടുകിട്ടു. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും ഉണക്കം വറ്റൽമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്തു. ഞാൻ ഒന്നിച്ച് ചതച്ച് വെച്ചേക്കോട്ടെ. കായും പയറും തോരനും ഉണ്ടാക്കണം, പിന്നെ ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ച് അതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പിലേക്ക് ചേർക്കും. ഇത് നല്ലൊരു സിമ്പിൾ കറിയും നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാനില്ലാത്തപ്പോഴൊക്കെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. ഒറ്റ വിസിൽ പെട്ടെന്ന് തന്നെയാവും. ചെറിയ പാകത്തിനുള്ള കുക്കറും ആട്ടോ അത്. അപ്പോൾ കറി റെഡിയായി, നല്ല കറിയായിരുന്നു കേട്ടോ. അത് അടുത്തത് ഇനി ഞാൻ കായും പയറും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ വെള്ളം ഒഴിച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതും ഒറ്റ വിസിൽ മതി. വെള്ളത്തിൽ വേവിച്ച് ഉണ്ടാക്കണ കേട്ടോ എനിക്കിഷ്ടം. അല്ലെങ്കിൽ ചുമ്മാ ഉള്ളി മുളകുമൊക്കെ ചതച്ച് ഇങ്ങനെ അതിലേക്ക് തന്നെ വെള്ളം ഒഴിക്കാതെ ആവിയിൽ ഇളക്കി വേവിക്കുമ്പോൾ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കും. ഇത് ഇച്ചിരി വെള്ളത്തിൽ വേവിച്ചിട്ട് ഇത് ഒറ്റ വിസിൽ വെക്കുമ്പോഴത്തേക്കും അത് വേവും. അവിടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് അത് എളുപ്പമുണ്ട്. പിന്നെ ഇതേ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി ആ ചതച്ചതും കൂടെ ചേർത്ത് അതിൻ്റെ ഒന്ന് നന്നായിട്ട് മൂക്കണം, ഉണങ്ങി വരണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഒരു 2 സ്പൂണെങ്ങാണ്ട് തേങ്ങ ചിരണ്ടി, ഇത് ഫ്രീസറിലുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്തു. അപ്പോൾ അതിനൊരു തോരനുള്ള ഇച്ചിരി തേങ്ങ അത് മതിയായിരുന്നു. എന്നിട്ട് അതും കൂടെ കൂടി തേങ്ങയുടെ ഒരു പച്ചമണവും കൂടെ മാറാൻ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഇതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തോരനാകുമ്പോൾ ഒരു കളറും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ പയർ കറക്റ്റ് ഒരൊറ്റ വിസിലും കൊണ്ട് പാകത്തിന് കായും പയറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ലേശം വെള്ളവും കൂടി ഉള്ളൂ. അതിങ്ങനെ തോരനാക്കി എടുത്തു കഴിയുമ്പോൾ പാകത്തിന് അതും വറ്റും. അപ്പോൾ അതേ നല്ല തോരനും റെഡിയായി. ശകലം വെള്ളമുള്ളൂ. അത് ശരിക്കും ആ ഉള്ളി മുളകൊക്കെ അതിലോട്ട് മിക്സ് ചെയ്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും അതും കറക്റ്റ് പാകമാവും. അപ്പോൾ തോരനും റെഡി, മീനും വറുത്തു, ചോറും പരിപ്പ് കറിയും. ഇന്നത്തെ ഇങ്ങനെയുള്ള നല്ല സിമ്പിൾ നാടൻ കറികളാട്ടോ എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒരു ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല രാത്രിത്തെ ഭക്ഷണം കേട്ടോ. അതേ പരിപ്പും തക്കാളിയും കൂടെ പാകത്തിന് വെള്ളവും ഇച്ചിരി ചാറ് വേണമല്ലോ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇച്ചിരി കൂടി കുറുകിയായിരുന്നു കേട്ടോ. പിന്നെ അതേ തോരൻ, പിന്നെ സിലോപ്പിയും ചാളയും, പിന്നെ സ്പെഷ്യൽ ചമ്മന്തി ഇത്തിരി ഉണ്ടായുള്ളൂ, കുറച്ചും കൂടി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.